ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് അതിമനോഹരമായിട്ടുള്ള ബാംഗ്ലൂർ സിറ്റിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ കാണാം. നമ്മൾ എന്തിനവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു യൂസ്ഡ് ബൈക്ക് ചേച്ചിക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അവസാനം ഞങ്ങൾ യൂസ്ഡ് തപ്പി BMW ബാംഗ്ലൂരിലുള്ള ഷോറൂമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അതവിടെ നിങ്ങൾക്ക് കാണാം. വലിയ ഒരു ചെറിയ ഷോറൂം, തൊട്ടപ്പുറത്ത് ഹാർലി ഡേവിഡ്സൻ്റെ ചെറിയൊരു ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന ശേഷം തന്നെ എനിക്ക് ആദ്യമേ നോസ്റ്റ് അടിച്ചത് എൻ്റെ GS, നമ്മുടെ പഴയ മോഡലിലെ GSൻ്റെ പുതിയൊരു എഡിഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇതല്ല ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് എഡിഷൻ ഷോറൂമിൻ്റെ ഉള്ളിലുണ്ട്. ഇതിവിടെ ഒരു 1250 കാണാൻ എൻ്റെ ഡ്രീം ബൈക്കാണ് ചേച്ചി. പക്ഷെ കാലെത്താത്തതിൻ്റെ പേരിൽ ഞാൻ കളഞ്ഞ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ ഒരു മുതല്. ഇതൊരു 1.5 മുതലാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം പുതിയ 2021 ഒരു കളർ വേരിയൻ്റ് ആണ്. ഓൾറെഡി ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്ത് രസമാണല്ലേ. നമ്മുടെ അജിത്തില്ലേ ഈ സിനിമ നടൻ, ആള് വേൾഡ് ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ. ഇന്ന് എഞ്ചിനൊക്കെ നോക്ക്. ഈ BMW മിക്കവൻ്റെ എഞ്ചിനാണ് പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ടല്ലേ. അതൊരു 800-900 cc മുതലേ ഈ ഒരു ടൈപ്പിലായിരിക്കും. അതായത് ഓരോ എഞ്ചിനും ഓരോ കോൺഫിഗറേഷൻ അല്ലേ വരാം, എൽറ്റിൻ വീറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ. BMW എഞ്ചിൻ്റെ ആ ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കവിടെ കാണാൻ പുറത്തേക്ക്. ഇനി ഷോറൂമിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് പുതിയൊരു കളർ വേരിയൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള GSൻ്റെ ഒരു കളർ വേരിയൻ്റ് ആണ്. ബ്ലാക്കും ഗ്രേയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നൈസായിട്ടുണ്ടല്ല. അതേപോലെ തന്നെ 90 ഇരിക്കുന്നുണ്ട് ഇവിടെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ എഞ്ചിൻ 2 സൈഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കാണ് കേട്ടോ. 2 അക്സസ്റ്റും കാര്യങ്ങളൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഓ അടിപൊളി ഉണ്ടല്ലേ. ശരിക്കും പോണവില്ലൊക്കെ പോലെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത്. ഹെഡ്ലൈറ്റിന് അടിപൊളി BMW ഒരു ലോഗോ. അപ്പോൾ അതേപോലെ തന്നെ F900 ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയില്ലേ. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ പോലെ ഇല്ലേ, പക്ക ഒരു സ്പോർട്സ് ബൈക്ക്. അടിപൊളി സ്പോർട്സ് ബൈക്ക് ഇതേ ഇവിടെ ഇരിക്കണു. എൻ്റെ പൊന്നെ, എൻ്റെ ഡ്രീം അടുത്ത ഡ്രീം മുതൽ ഈ ചേട്ടൻ ബോബി ചമ്മണ്ടോ എൻ്റെ ശൈലി ഇല്ലേ. ഇതെൻ്റെ ഒരു ഡ്രീം ബൈക്കാണ് കേട്ടോ. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും. അതിൻ്റെ തന്നെ ഒരു പുതിയ കളർ വേരിയൻ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. നൈസ് ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു വണ്ടി. ചേച്ചിക്ക് കാലെത്തും. ഇത് പിന്നെ ലൈറ്റ് ആയിട്ട് ഒരു 195 കിലോൻ്റെ അടുത്ത് ഭാരമുണ്ടാവുള്ളൂ. പക്ഷെ ഇതിൻ്റെ വില ചേച്ചിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? 28 ലക്ഷത്തോളം രൂപയുടെ മുതലത്. വേൾഡിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ബൈക്കുകളിലൊന്ന്. പ്രൊഡക്ഷൻ ബൈക്കുകളിൽ റോഡ് ലീഗലായിട്ടുള്ള ബൈക്ക്. പൊക്കിയാലും ചെയ്യണ്ടേ, ഞാൻ അധികം പറയണില്ല. അതിൻ്റെ ഒരു കുഞ്ഞ മോഡല്. ഇത് S1000XR. ആ ഒരു സെയിം കളർ. പൊക്കി കൊണ്ടോണോ? ഇത് നൈസായിട്ടുണ്ടല്ലേ. ഇവരുടെ ഏറ്റവും കൂടുതൽ ഈ ട്രൈഫോ BMW ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഫുൾ അഡ്വഞ്ചർ മോഡലുകളായിരിക്കും. ചേച്ചിക്ക് ഇത് നിന്നിട്ട് ഓടിക്കാം, ഇരുന്നിട്ട് ഓടിക്കാം. അതുമ്മ ചവിട്ടാ, ഫുഡ് റെസ്റ്റുമ്പോ ചവിട്ടാ. ചവിട്ടിക്കോ, ഹാൻഡിലുമ്പോ പിടിക്കേ. ഇല്ലില്ല മറിയില്ല. ഇതിങ്ങനെ കയറാൻ വേണ്ടിയില്ലേ. പൊങ്ങിക്കോ കാലിട്ട്. ഹാൻഡില് പിടിക്കുക. ദൈവമേ, ഇതേ വിട്ടിരിക്കണേ. നോക്ക് ചേച്ചിനെ കാണാനില്ല. ആ ഒരു വണ്ടിയുടെ വേറൊരു മോഡൽ കേട്ടോ. അതായത് ഇത്തിരി കൂടെ വലിയ ഒരു ചേട്ടനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. തൂമ്മച്ചാല് BGM ഇട്ടോളൂ കേട്ടോ. നൈസായിരിക്കില്ലേ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് സോൾഡാ. നൈസായിട്ട് ഇറങ്ങിക്കോ. ഇവിടെ കയറിയിരിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആരും കാണില്ല, വേഗം ഇറങ്ങിക്കോ. കാല് കെട്ടണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതേപോലെ ഇറങ്ങിക്കോ. ജസ്റ്റ് ഔട്ടാ, കാല് തട്ടാണ്ട്. ഓക്കെ സെറ്റ്, സിമ്പിൾ. വേറൊരു 18 മുതലിരിക്കുന്നുണ്ട് കേട്ടോ. F900. ഇതിൻ്റെ വില എഴുതിയിട്ടില്ല അല്ലേ. ഒരു കുഞ്ഞ വണ്ടി. പക്ഷേ ഇത് ശരിക്കും മറ്റേ GSൻ്റെ പോലെ അല്ലേ, GSനെ ഊതി ഉറപ്പിച്ച പോലെ. നൈസ്. ഇതാകുമ്പോൾ ചേച്ചി കാലെത്തും എല്ലാം സെറ്റാണ്. ഏത് ഇതാണ്? ഇത് എടുക്കണം. അത് പൊക്ക് കുബാരേട്ടാ.
ഇതെടുത്താ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ലേഡി റൈഡർ. ആ 1000. നല്ല മാച്ച് ഉണ്ടല്ലേ കളറ്, ഭയങ്കര ആഷ്, ഒരു പ്രത്യേക കളറ്. നൈസ്. അതില് ഓറഞ്ച് സ്റ്റിക്കറാ. എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് 1800cc R18 ഞാൻ ഓൾറെഡി കാണിച്ചിട്ടില്ല അല്ലേ. ഇതാണ് ആ ഒരു മോഡൽ എന്ന് പറയണത്. ഇവരെല്ലാവരും ട്രൈഫായിട്ട് എന്തോ ടൈപ്പുള്ള പോലെ കേട്ടോ. അത്തരത്തിലാണ് ഇവരുടെ എല്ലാ മോഡൽസും. ഹാർലി ഡേവിഡ്സൺ നിന്നിട്ട് ഈ പറഞ്ഞ ഈ ഒരു മോഡലൊക്കെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് തിരിച്ചറിയാൻ കുറച്ച് കൂടി ഉണ്ടാണ്. ഭയങ്കര ഫാറ്റി ആയിട്ടുള്ളൊരു വണ്ടി. ആഹാ, എഞ്ചിൻ്റെ സൈസ് തന്നെ നോക്കി 1800cc. എൻ്റെ പൊന്നി, ഏകദേശം ഇവിടം മുതൽ ഇവിടം വരെ എഞ്ചിൻ്റെ ആ ഒരു ഡിസ്പ്ലേസ് അല്ല വലിപ്പം, സിലിണ്ടറോൾ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കി ചേച്ചി, കറക്റ്റ് സ്റ്റഡി ആയിട്ട് അടിയിലിക്കില്ലേ. ഇതൊക്കെ ഷാഫ്റ്റ് ഡ്രൈവ് ആണ് കേട്ടോ. ചെയിനൊന്നും ക്ലീൻ ചെയ്യണ്ട, ചെയിൻ സ്പ്രോക്കറ്റ് ഇല്ല, ബെൽറ്റ് ഇല്ല, ഷാഫ്റ്റാണ്. ഒരെണ്ണടുക്ക്. ഇതിൻ്റെ വില എത്രയാണെന്ന് വെച്ചോക്ക്. നൈസ് ചേച്ചി, വില ചോദിക്കുക. ആ 200 രൂപയ്ക്ക്. ഇതിന് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ, റേഡിയേറ്ററിൻ്റെ തൊട്ട് മുകളിലല്ലേ. ഓ, ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. എത്ര ഉണ്ട്? ആ 26ആ. 26ആ? 26 അല്ല, ഈ ഒരു വണ്ടി 26ൻ്റെ അത്ര തോന്നുന്നുണ്ടോ? കാണുമ്പോൾ ലുക്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും. ഇല്ലല്ലോ, മലയാളം അറിയണ എല്ലാവരും ഉണ്ടോ? അതെ. അല്ലെന്നേ, നമ്മളെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ പോലെ കാണുമ്പോൾ അല്ലല്ല. അപ്പൊ ഇതേ 3 ലക്ഷം സംതിങ് അല്ലേ വരുന്നുള്ളൂ. ചെറുത്. ഇത് ശരിക്കും ഒരു ട്രൈഫിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബോണവിലെ പോലത്തെ ഒരു മോഡൽ. നൈസ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നൈസ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഷോറൂം വിസിറ്റ് ചെയ്തപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പുറത്തെ ഹാളിഡേസിൻ്റെ ഷോറൂമിൽ ഇടാം. അപ്പം നമ്മൾ നോർമലി ഒരു ബൈക്കിൻ്റെ ഷോറൂമിലേക്ക് വേണ്ടി വന്നതാണ്. പക്ഷേ നമ്മൾ ആകെ ലൈറ്റായി, ഫുഡ് തപ്പി നടന്ന് 3.5 മണിക്കൂർ ഞങ്ങൾ കളഞ്ഞു. ഇവിടുത്തെ യൂസ്ഡ് ബൈക്സിൻ്റെ സൂപ്പർ ബൈക്സിൻ്റെ ഷോറൂമിലേക്ക് നമ്മൾ ശരിക്കും വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇന്നിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. നാളെ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഞങ്ങളൊരു പുതിയ ബൈക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ വൈകാണ്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ് അല്ലേ. ബൈ ബൈ. ഇതിൽ ഇഷ്ടപ്പെട്ട ബൈക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.